എനിക്കറിയില്ല. എടാ ശരിക്കും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കണില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അച്ഛനെയല്ല ഗൂഗിളിനെ വിശ്വാസം അല്ലേ? എന്തൊരു കാലം. ഏയ് ഞാനല്ല, നടക്കടാ അങ്ങോട്ട്. അവൻ ബാക്കിയുള്ളവന് പണി മേടിച്ചാലും വേഗം നടക്ക്, ഇതുപോലെ സ്റ്റൈലായി. എടാ ഈ പൂജ്യം കണ്ടുപിടിച്ചത് ആരാന്നറിയോ? അറിയാം. ആരാ? ആര്യഭട്ട. ചേട്ടാ ഒരു 20ന്റെ ഐഡിയ. മതിയാ? ഇവിടെ എന്തുട്ട പ്രശ്നം? ആയി അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ രാത്രി കുറച്ച് ആൾക്കാർ വന്ന് ഇവരുടെ കൊടിമരം ഒടിച്ചു. ഈ പാർട്ടിക്കാര് പറയണു അവരാന്ന്. ഇനി എന്തൊക്കെയാ ഉണ്ടാവുക ദൈവത്തിന് അറിയുള്ളൂ. അല്ല നിങ്ങളെങ്ങടാ? ടൗണിലേക്കാ. എന്നാ വേഗം വിട്ടോ, ഞാൻ കട പൂട്ടുക. എന്താ വിഷയം? പാർട്ടിക്കാര് തമ്മിൽ എന്തോ വിഷയ. നീ ധൈര്യമായിട്ടിരിക്കേ, ഞാനില്ല കൂടെ. ബസ്സൊന്നല്ല. അത് കൊടിയുടെ എന്തോ വിഷയടാ. കുടിയല്ല, കൊടി. ഇതിപ്പോ പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് 36,000 രൂപ ആയിട്ടുണ്ട്. മൊത്തം അടക്കണോ അല്ലെങ്കിൽ പലിശ മാത്രം? രണ്ടിനും അല്ല, പിന്നെ വിൽക്കാനാ. പുറത്ത് ആൾക്കാർ എടുക്കുന്നുണ്ട്, നമ്മളും എടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വേണം? നിങ്ങളെടുത്താൽ എന്ത് കിട്ടും? ഞങ്ങളെടുത്താൽ ഇന്നത്തെ റേറ്റ് എല്ലാം കൂടി ആവുമ്പോൾ 8,000 രൂപ കിട്ടും. 8,000 രൂപയുള്ളൂ? ആ, ചേട്ടന്റെ കുത്തല് കണ്ടപ്പോ ഞാൻ കുറെ പ്രതീക്ഷിച്ചു. അതേ സത്യത്തില് ഞാനൊരു 10,000 രൂപ പ്രതീക്ഷിച്ചേ. എന്റെ പൊന്നി ചേട്ടാ, ഇന്നത്തെ റേറ്റ് വളരെ മോശമാണ്. പിന്നെ പലിശ തന്നെ കുറെ ആയിട്ടുണ്ട്. അത് അടച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. മാത്രമല്ല ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂട്ടി വെക്കാണ്ടായിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നേ. ഇനി മാനം മാത്രമേ ഉള്ളൂ പണയം വെക്കാൻ. അതെടുക്കുവോ? സോറി, അതെടുക്കൂല, ഇതെടുക്കണം. ഇനിയിപ്പോ എന്തായാലും അതല്ലേ നിവർത്തിയുള്ളൂ. എണ്ണിയോ? രൂപട്ടെ. ഇവിടെ കൂടി കിട്ടും, ഒരു കൂടി കിട്ടും. ഇനിയുണ്ടാ? ഇനിയില്ല.
ബുക്ക് ആ ശരി ഓക്കെ. എന്തെങ്കിലും മറന്നതല്ല, ഓർമ്മ വന്നതാ. ഇനി 2000 കൂടെ ഒപ്പിക്കണമല്ലോ. എന്താ പരിപാടി? സോറി. ഹലോ, നീ എവിടെയാ? ചേട്ടാ പേഴ്സ്. ഇത് ആ ബൈക്കിൽ പോയ ആളുടെ പേഴ്സണൽ. പിന്നെന്തിനാ താനെടുത്ത്? ഷെയർ ആക്കാം. പ്രശ്നം ഉണ്ടാക്കണ്ട, ഷെയർ ആക്കാന്നു. ഷെയറാ? ഞാൻ പിന്നെ വിളിച്ചോളാം. ഇങ്ങോട്ട് മാറിയെന്നല്ലോ. ഇങ്ങോട്ട് മാറാം. എടുത്തോ, ഇവിടെ ഒന്നും ആരുമില്ല. യോ, ഷെയർ ആക്കാൻ ചേഞ്ച് ഇല്ലല്ലോ. ഞാനേ ചേഞ്ച് കിട്ടും നോട്ടെ. ഏയ് അത് വേണ്ട, ചേഞ്ചൊക്കെ ഞാൻ തരാം. കാശ് വല്ലതും ഉണ്ടായിരുന്നു? ഉവ്വ, എത്ര? 15,000. വേറെയും കുറച്ച് ചില്ലറ ഉണ്ടായിരുന്നു സാറേ, അത് ഞാൻ എണ്ണി നോക്കിയിട്ടില്ലായിരുന്നു. എവിടെ വെച്ച സംഭവം? പുത്തമ്പള്ളിയുടെ ബാക്കി വെച്ചാ സാറേ. സ്വർണം വിറ്റ കാശുമായിട്ട് വരുന്ന വഴിക്ക് 2 പേര് ബൈക്കുമേ വന്ന് എന്റെ കാശ് അടിച്ചോണ്ട് പോയതാ. ശരിക്കും ഇപ്പൊ വീട്ടിൽ പോവാൻ തന്നെ 10ന്റെ പൈസ ഇല്ലേ സാറേ. ബൈക്ക് നമ്പർ നോട്ട് ചെയ്താ? ഇല്ല. വന്നവന്മാരെ കണ്ടാ തിരിച്ചറിയോ? ഉവ്വ. അവന്മാര് കാണാൻ എങ്ങനെ? രണ്ടും ചൊക്കിളികളാ സാറേ, വെറും കൂറുകളാ. തന്റെ പേഴ്സിൽ പൈസ ഉണ്ടായിരുന്നു, അവന്മാർക്ക് എങ്ങനെയാടോ മനസ്സിലായത്? അതിപ്പോ ഞാൻ പേര് പറ. ദയാനന്ദൻ. വയസ്സ്? 39. തൊഴിലോ? ബാറിലെ സപ്ലയർ ആയിരുന്നു. ഓ, അപ്പൊ ഇപ്പൊ പണിയൊന്നുമില്ല. അച്ഛന്റെ പേര് പറ. വാസുദേവൻ. വീട്ടുപേര്? പനയർത്ത് വീട്. സ്ഥലോ? പുന്നമ്പറമ്പടുത്ത് മലാക്ക. മലാക്ക. ഇതെവിടെ പെട്? ഓ, ആ ഫോൺ നമ്പറും വെച്ചോ. എന്തെങ്കിലും വിവരം കിട്ടിയാ ഒരാഴ്ചക്കുള്ളിൽ വിളിക്കാം. ഓ സർ, സർ ഒരു 100 രൂപ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമാണ്. എന്താ? 100 രൂപയെ എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ടേ, അതിന് ആലുവ വരെ പോകാനുള്ള വണ്ടിക്കൂലി. പേഴ്സ് കിട്ടുമ്പോൾ തിരിച്ചു തരാം. ഒന്ന് സഹായിക്കും സാറേ, പെട്ടുപോയതുകൊണ്ട്. സാർ ഇങ്ങൊന്നേ. എന്താ സാറേ? എന്നിൽ കാശില്ലേ? ഒരു 100 രൂപ കൊടുക്ക്. താങ്ക് യു. അപ്പോ സാർ ഞാൻ പോട്ടെ. നീ അവിടെ പോയിരിക്കടാ, SI വന്നിട്ട് പോയാ മതി. അവനാണല്ലോ തിരക്ക് മുഴുവനും. ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ സാർ. ശരി, തിരിച്ചുതരാട്ടാ. സാർ ഇവിടെ എത്ര പേരുണ്ട്? ഞാനടക്കം 4 പേരുള്ളൂ സാറേ. 4 പേരുള്ള സ്റ്റേഷൻ ഡ്യൂട്ടി. നീ അടക്കിയ ഹർത്താല എന്നെ പടറങ്ങിലാണ്.
നമ്മളെത്ര ആൾക്കാർ തലമ്പ് സീനാന്ന് തോന്നുന്നു. എന്തായാലും ബായ് പോ ബായ്. ചരിത്രം മാപ്പ് കൊടുക്കാത്ത ഇത്തരം രാഷ്ട്രീയ ദാഷ്ട്യത്തിനെതിരെ ധീരദേശാഭിമാനികൾ മാപ്പ് കൊടുക്കരുതെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെ അമ്മായി കവലയിൽ വെച്ച് നടന്ന രാഷ്ട്രീയ സംഘർഷത്തിൽ കാപാലികരുടെ കുത്തേറ്റ് മരിച്ച നാടിന്റെ വീരപുത്രൻ അംബുജാക്ഷന്റെ ഈ ദാരുണ ദുരന്തത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 24 മണിക്കൂർ ഹർത്താൽ